സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ദീപ്തസ്മരണകളിൽ നാട്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടികളും നടന്നു. റോഡിലൂടെ നടന്നു നീങ്ങിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവുനായ്ക്കൂട്ടം. സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയ കുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. PM ശ്രീ നടപ്പിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക. കലാലയങ്ങളിൽ സംഘടനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തുക മുദ്രാവാക്യം. തൃശൂരിൽ AISF നടത്തിയ DEO ഓഫീസ് മാർച്ചിൽ സംഘർഷം. കൊടുങ്ങല്ലൂരിൽ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഓട്ടുവിളക്കുകളും പൂജാപാത്രങ്ങളും കവർന്നു. വാർത്തകൾ വിശദമായി. തൃശൂരിൽ AISFന്റെ നേതൃത്വത്തിൽ നടത്തിയ DEO ഓഫീസ് മാർച്ചിൽ സംഘർഷം. സമരക്കാർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂരിൽ AISFന്റെ നേതൃത്വത്തിൽ നടത്തിയ DEO ഓഫീസ് മാർച്ചിൽ സംഘർഷം. സമരക്കാർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്ത് PM ശ്രീ നടപ്പിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, കലാലയങ്ങളിൽ സംഘടനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംഘടന അവകാശ പത്രിക മാർച്ച് നടത്തിയത്. AISF തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് പാലസ് റോഡിലെ DEO ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തിയതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന ധർണ AISF സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P. കബീർ ഉദ്ഘാടനം ചെയ്തു. നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഈ അവകാശ പത്രികയിലൂടെ ഈ വിദ്യാഭ്യാസ വർഷം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 50 ഇനങ്ങൾ അത് ഏറ്റവും അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ചുകളെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നത്. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഓട്ടുവിളക്കുകളും പൂജാപാത്രങ്ങളും കവർന്നു. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഓട്ടുവിളക്കുകളും പൂജാപാത്രങ്ങളും കവർന്നു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. ഉപദേവതാ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന തൂക്കുവിളക്കുകളും പാത്രങ്ങളും നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന ഓട്ടുരുളികളും ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങളാണ് മോഷ്ടിച്ചത് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ. പ്രധാന ശ്രീകോവിൽ തുറക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട്. രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയും ജീവനക്കാരുമാണ് മോഷണവിവരം ആദ്യമറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ സാധാരണ ക്ഷേത്രം തുറക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ക്ഷേത്രത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊന്നും കാണാതായത്. അപ്പം പരിശോധിച്ച സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും നമ്മുടെ ഇവിടുത്തെ ഉപദേവ ക്ഷേത്രങ്ങൾ എല്ലാത്തിൽ നിന്നും വിളക്കുകളും അതുപോലെ നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന ഓട്ടുരുളികൾ, ഓട്ടുപാത്രങ്ങൾ, അങ്ങനെ ഏകദേശം 2 ലക്ഷത്തിൽ പരം സാധനങ്ങൾ നമ്മളിന്ന് കളവ് പോയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ദീപ്തസ്മരണകളിൽ നാട്. 1ാം ചരമവാർഷികം സംസ്ഥാന വ്യാപകമായി ആചരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടികളും നടന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ദീപ്തസ്മരണകളിൽ നാട്. 1ാം ചരമവാർഷികം സംസ്ഥാന വ്യാപകമായി ആചരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടികളും നടന്നു. CPM ഉൾപ്പെടെയുള്ള സംഘടനകൾ ആദരാഞ്ജലി അർപ്പിച്ച് VSന്റെ സ്മരണകൾ പുതുക്കി. ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ VS അച്യുതാനന്ദന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്മാരക സ്തൂപത്തിൽ രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്നായിരുന്നു അനുസ്മരണ ചടങ്ങുകൾ. പുന്നപ്രയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നത് ഉൾപ്പെടെയാണ് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിലെ പരിപാടികൾ. പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളും വിവിധ ജനപ്രതിനിധികളുമെല്ലാം ചടങ്ങുകളിൽ കണ്ണികളാകും. ചരമവാർഷികത്തോടനുബന്ധിച്ച് പുന്നപ്രയിലെ VSന്റെ കുടുംബ വീടായ വേലിക്കകത്ത് വീട്ടിൽ അദ്ദേഹത്തിന്റെ അർദ്ധകായ പ്രതിമയും സ്ഥാപിച്ചു. പ്രതിമയുടെ അനാച്ഛാദനവും കുടുംബാംഗങ്ങളുടെയും പാർട്ടി നേതാക്കളുടെയും സാന്നിധ്യത്തിൽ നടത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലും അനുസ്മരണ യോഗങ്ങൾ, പുഷ്പാർച്ചന, സെമിനാറുകൾ, പൊതുയോഗങ്ങൾ എന്നിവ നടന്നു. സാമൂഹിക നീതിക്കും തൊഴിലാളി കർഷക അവകാശങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ പോരാടിയ കരുത്തുറ്റ നേതാവെന്ന നിലയിലാണ് VS അച്യുതാനന്ദനെ നാടൊന്നാകെ അനുസ്മരിക്കുന്നത്. തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിച്ചു. വിദ്യാർത്ഥി വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടു. നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് മിനി നഗറിലാണ് സംഭവം. തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിച്ചു. വിദ്യാർത്ഥി വീട്ടിലേക്ക് ഓടിക്കയറി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്ത്. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് മിനി നഗറിലാണ് സംഭവം. പ്രദേശത്ത് തെരുവുനായ്ക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്നും 8ാം ക്ലാസ് വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ട ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കാഞ്ഞിരക്കോട് മിനി നഗർ സ്വദേശിയായ ക്രിസ്ത്യൻ എന്ന വിദ്യാർത്ഥിയാണ് തെരുവുനായ്ക്കളുടെ പിടിയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്.
കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം. വീട്ടിൽ നിന്നും കളിക്കാനായി പുറത്തിറങ്ങിയ ക്രിസിനു നേരെ റോഡിലുണ്ടായിരുന്ന തെരുവു നായ്ക്കൾ കൂട്ടത്തോടെ കുരച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയായിരുന്നു. ഭയന്നോടിയ കുട്ടി ജീവൻ രക്ഷിക്കാനായി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയതിനാലാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. പ്രദേശത്തെ തെരുവു നായ്ക്കളുടെ ശല്യം കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. കാൽനട വാഹനയാത്രികരും നിരന്തരം ഭീതിയിലാണ്. നായ്ശല്യത്തിന് അടിയന്തര പരിഹാരം കാണാൻ അധികൃതർ ശാശ്വതമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഓരോ ലോകകപ്പും അവസാനിക്കുന്നത് അടുത്ത ലോകകപ്പിലേക്കുള്ള വൻ കാത്തിരിപ്പിന്റെ വിത്തുപാകിയാണ്. ആഘോഷങ്ങളുടെ ആ മാന്ത്രിക രാവുകൾക്ക് ഇതാ തിരശ്ശീല വീണു. ആഘോഷങ്ങളുടെ ആ മാന്ത്രിക രാവുകൾക്ക് ഇതാ തിരശ്ശീല വീഴുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം ദിനോരാത്രങ്ങൾ വ്യത്യാസമില്ലാതെ ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച ആ ഒരൊറ്റ പന്തിനു ചുറ്റും കറങ്ങിയ ആ സുന്ദര ദിനങ്ങൾക്ക് ഇതാ സമാപനമാകുന്നു. രാത്രികളിലെ ഉറക്കമിളക്കലുകൾക്കും വീടുകളിലും തെരുവുകളിലും ഉയർന്ന ആർപ്പുവിളികൾക്കും ഒടുവിൽ നിശബ്ദതയുടെ കരിമ്പടം വീഴുമ്പോൾ ഉള്ളിൽ ബാക്കിയാവുന്നത് നികത്താനാവാത്ത ഒരു വലിയ ശൂന്യത മാത്രമാണ്. എന്തൊക്കെ കാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു തീർത്തത്. വമ്പന്മാരുടെ തകർച്ചയും കൊച്ചു രാജ്യങ്ങളുടെ ചോര തിളയ്ക്കുന്ന അട്ടിമറി വീര്യങ്ങളും ഇഷ്ട ടീമിന്റെ വിജയത്തിൽ ആനന്ദക്കണ്ണീർ പൊഴിച്ചവരുമൊക്കെയുണ്ട്. ഒരു ഗോളിന്റെ നിരാശയിൽ മുഖം പൊത്തി കരഞ്ഞവരുമുണ്ട്. കളിമൈതാനത്തെ മാന്ത്രികതയ്ക്കൊടുവിൽ ഇതിഹാസങ്ങൾ കണ്ണീരോടെ പടിയിറങ്ങിയപ്പോഴും പുതിയ രാജകുമാരന്മാർ ജനിച്ചപ്പോഴും നമ്മൾ അറിഞ്ഞു, ഫുട്ബോൾ എന്നാൽ വെറുമൊരു കളിയല്ല, മറിച്ച് നമ്മുടെ ജീവനും ശ്വാസവുമാണെന്ന്. ദിവസങ്ങൾ എത്ര വേഗമാണ് കടന്നുപോയത്. ചായക്കടകളിലെ തർക്കങ്ങളും സോഷ്യൽ മീഡിയയിലെ പോരുകളും ഗോളടിക്കുമ്പോൾ ഒന്നടങ്കം ഇളകിമറിഞ്ഞ ആ നിമിഷങ്ങളും ഇനി ഓർമ്മകളുടെ മാത്രം ഭാഗം. ഈ പുൽമൈതാനിയിൽ പിറന്ന ഓരോ നിമിഷവും ഇനി ഫുട്ബോൾ ചരിത്രത്തിലെ പൊൻതൂവലുകളായി കാലം കാത്തുവയ്ക്കും. നന്ദി നമ്മെ കരയിച്ചതിന്, ചിരിപ്പിച്ചതിന്, ആവേശത്തിന്റെ കൊടുമുടി കയറ്റിയതിന്, സൗഹൃദത്തിന്റെ പുതിയ പാലങ്ങൾ പണിതുയർത്തിയതിന്. ഓരോ ലോകകപ്പും അവസാനിക്കുന്നത് അടുത്ത ലോകകപ്പിലേക്കുള്ള വൻ കാത്തിരിപ്പിന്റെ വിത്തുപാകിയാണ്. അടുത്ത 4 വർഷങ്ങൾ, 1460 ദിവസങ്ങൾ. ലോകം വീണ്ടും ആ അടുത്ത സുവർണ കിരീടത്തിനായി കാത്തിരിക്കും. പുതിയ ടീമുകൾ വരും, പുതിയ പോരാളികൾ പിറക്കും. വീണ്ടും നമ്മുടെ ഉള്ളിലെ ഫുട്ബോൾ കനൽ ആളിപ്പടരും. അതുവരെ ആവേശം നെഞ്ചിലടക്കി നമുക്ക് കാത്തിരിക്കാം. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ വിട. കാൽപന്ത് ലോകത്തെ ഈ അവിസ്മരണീയ മാമാങ്കത്തിന് ആദരവോടെയുള്ള വിട പറയുന്നതിനൊപ്പം ഒരു മാസമായി ഗോൾ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ വന്ന ഗോൾ ഗാർഡൻ 2026 ഇവിടെ അവസാനിക്കുന്നു. കായിക ലോകത്തെ പുതിയ വിശേഷങ്ങളും കനൽ നിറഞ്ഞ വാർത്തകളുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ടാകും. സ്പോർട്സ് ഡെസ്ക്, തനിനിറം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. തുടർന്നും വാർത്തകൾ മുടങ്ങാതെ കാണുവാനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം. സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.